ഹരിശ്രീ ഗണപതിയെ നമ അഭിനമസ്തു. നക്ഷത്രചാരത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2025 27 നാളുകാർക്ക് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗമുണ്ട്, അതൊന്ന് തൊട്ട് വെച്ചാൽ പുതിയ വീഡിയോയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ജൂൺ വരെ മേടക്കൂറുകാർക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും. അതായത് ജൂൺ മാസം വരെ മേടക്കൂറിൽ ജനിച്ചവർക്ക് നല്ലൊരു സമയമാണ്. തൊഴിലിടങ്ങളിൽ വളർച്ച ഉണ്ടാകുന്നതാണ്. തൊഴിൽ സ്ഥാപനത്തിലൊക്കെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകും. ലക്ഷ്യപ്രാപ്തി സുഖകരമാകും. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം സുഖകരമാകും. ശത്രുവിജയം അനായാസമാകും. ശത്രുക്കളെയൊക്കെ വിജയിക്കുന്നത് അനായാസം വിജയിക്കാൻ സാധിക്കും. ഉദ്യോഗലബ്ധി സ്വാഭാവികമായി വന്നെത്തും. അതായത് നമ്മൾ നമുക്ക് കിട്ടേണ്ടതായതുകൊണ്ട് തന്നെ അത് ഉദ്യോഗലബ്ധി നമ്മളെ തേടിയെത്തും. സാമൂഹികമായ അംഗീകാരം ലഭിക്കും. സമൂഹത്തിൽ നല്ലൊരു അംഗീകാരം ലഭിക്കും. മാർച്ച് ഒടുവിൽ 7.5 ശനിക്കാലം തുടങ്ങുന്നതാണ്. മാർച്ച് അവസാനം 7.5 ശനി തുടങ്ങുന്നത് കൊണ്ട് തന്നെ കുറച്ച് കരുതൽ വേണം. നമുക്ക് കുറച്ച് കരുതൽ ആവശ്യമാണ്, വിശേഷിച്ചും ആരോഗ്യകാര്യത്തിൽ. അതായത് മാർച്ച് ഒടുവിൽ 7.5 ശനിക്കാലം തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം, കുറച്ച് കരുതൽ വേണം. ഇടവക്കൂറുകാർക്ക് ശനി 11-ലും വ്യാഴം 2-ലും സഞ്ചരിക്കുന്നതിനാൽ വർഷമധ്യത്തിനുമേൽ ഗുണഫലം പ്രതീക്ഷിക്കാം. അതായത് ഇടവക്കൂറുകാർക്ക് ശനി 11-ലും വ്യാഴം 2-ലും സഞ്ചരിക്കുന്നത് കൊണ്ട് വർഷത്തിൻ്റെ പകുതി ആകുമ്പോൾ നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. ക്ഷമാപൂർവമായ കാത്തിരിപ്പിന് അർഹിക്കുന്ന ഫലം ലഭിക്കുന്നതാണ്. നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടതായ എല്ലാ കാര്യങ്ങളും എന്ത് കാര്യത്തിലാണെങ്കിലും കിട്ടേണ്ടതൊക്കെ നമുക്ക് അർഹിക്കുന്ന രീതിയിൽ ലഭിക്കുന്നതാണ്. വസ്തുവോ വീടോ വാങ്ങാൻ സാധിക്കും. അതായത് വസ്തുവോ വീടോ വാങ്ങാനുള്ള ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ അത് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. പ്രണയത്തിൽ ആഹ്ലാദിക്കാനുള്ളൊരു സമയമാണ്. അതായത് പ്രണയിതാക്കൾക്ക് നല്ലൊരു സമയമാണിത്. ദാമ്പത്യത്തിൽ സന്തോഷം പ്രതീക്ഷിക്കാം. അതായത് ദാമ്പത്യ ജീവിതത്തിലൊക്കെ നല്ലൊരു സമയമാണ്, സന്തോഷമായിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. കടബാധ്യതകൾ ഭാഗികമായി പരിഹരിക്കും. അതായത് കുറേശ്ശെ നമുക്കത് കടബാധ്യതകൾ വീട്ടുവാനായിട്ട് സാധിക്കും. അതാണ് പൊതുവായിട്ട് ഉള്ളൊരു ഈ വർഷത്തേക്കുള്ളൊരു ഫലം. ഇതാണ് ഈ 2025 ഫലം. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ വിശദമായിട്ടുള്ള മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. അതിലേക്കും നന്ദി, നമസ്കാരം.